പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ ഉദയം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന ഉപമകളാണ് നമ്മളിവിടെ പ്രധാനമായും പഠന വിഷയമാക്കുന്നത്. യേശു പറഞ്ഞ കഥകളാണ് ഉപമകൾ. അനേകം കഥകളിലൂടെ യേശു ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ വിവരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമുള്ള രണ്ട് ഉപമകളാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 54 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഉപമകൾ ആദ്യമേ വായിച്ചു കേൾക്കാം. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘമുയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു. കപടനാട്ടിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോടതി കയറും മുമ്പേ ഇന്ന് നമുക്ക് ഈ ഉപമയെ വിശേഷിപ്പിക്കാം. ഒരു കോടതിയുണ്ടാകും, ഒരു വിധിയുണ്ടാകും, ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. അതിനു മുമ്പേ, കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ രമ്യതപ്പെട്ടുകൊള്ളണം. ഇതാണ് യേശു പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉപമയാകട്ടെ, ഒരു വാക്യമാകട്ടെ, മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് ഏതു സാഹചര്യത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണേണ്ടത് ആവശ്യമാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ് ഈ രണ്ട് ഉപമകളും. വാസ്തവത്തിൽ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജെറൂസലമിലേക്കുള്ള യാത്രാമധ്യേ യേശു ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശങ്ങളാണ് ഇവയെല്ലാം. ഭയം കൂടാതെ സാക്ഷ്യം നൽകണം എന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷം ഭോഷനായ ധനികന്റെ ഉപമയിലൂടെ ദൈവത്തിൽ ആശ്രയിക്കാതെ സമ്പത്തിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമാണ്, ഭോഷത്വമാണെന്ന് പഠിപ്പിച്ചു. അതിനുശേഷം എപ്രകാരമാണ് ആശ്രയിക്കേണ്ടത്, എവിടെയാണ് യഥാർത്ഥ ആശ്രയം ഉണ്ടായിരിക്കേണ്ടത്, ദൈവപരിപാലനയിൽ ആശ്രയിക്കാനായിട്ട് യേശു പഠിപ്പിച്ചു. അതിന് പിന്നാലെയാണ് ഒന്നിനു പുറകെ ഒന്നായി 5 ഉപമകൾ ജാഗ്രതയെ പാലിക്കേണ്ടതിനെക്കുറിച്ച് പഠിപ്പിക്കുക. ആദ്യമായി എടുത്തു കാണിക്കുന്നത് യജമാനന്റെ വരവ് കാത്തിരിക്കുന്ന ഭൃത്യനെക്കുറിച്ചാണ്. പിന്നീട് കള്ളൻ എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഉണർന്നിരിക്കേണ്ട ഗൃഹനാഥനെക്കുറിച്ച് പറയും. പിന്നെ 3-ാമത്തെ ഉപമയായിട്ട് പറഞ്ഞത് തൻ്റെ ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ജോലിക്കാരനെ കുറിച്ചാണ്, കാര്യസ്ഥനെക്കുറിച്ച്. അതിനുശേഷം വന്നത് ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത്. യേശുവിൻ്റെ വരവിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം, ആ യേശുവിലൂടെ വരാൻ പോകുന്ന പരിശുദ്ധാത്മാവ് സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എപ്രകാരം നിർണായകമാണ് യേശുവിൻ്റെ സാന്നിധ്യം എന്നൊക്കെ പ്രകടിപ്പിക്കുന്നതായിരുന്നു. അവസാനമായി ഇവിടെ 2 ഉപമകൾ. ഒന്ന്, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. രണ്ടാമത്തേത്, രമ്യതപ്പെടേണ്ടതിനെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഇത് മുഴുവനും കൂടി എടുത്താൽ ശിഷ്യത്വത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില പ്രബോധനങ്ങൾ നമുക്ക് കിട്ടും. ഇവിടെ ഇന്ന് പഠന വിഷയമായ 2 കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താം. പടിഞ്ഞാറ് മേഘമുയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. പലസ്തീനാണ് യേശു പറയുന്നത്. പലസ്തീനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മധ്യധരണാഴിയാണ്. മധ്യധരണാഴിയിലെ വെള്ളത്തിൽ നിന്ന് ഉയരുന്ന മേഘം വെള്ളം കൊണ്ടുവരുന്നതാണ്. പടിഞ്ഞാറ് നിന്ന് വരുന്ന മേഘം മഴ പെയ്യിക്കുന്നതാവും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് അപ്പനും ഞാനും റബ്ബർ വെട്ടുന്നൊരു കാലമുണ്ടായിരുന്നു അപ്പൻ്റെ കൂടെ. അപ്പോൾ റബ്ബർ വെട്ടാൻ പോകുന്നതിന് മുമ്പ് ചാച്ചൻ നോക്കും എവിടെയാണ് കാർമേഘങ്ങൾ വല്ലതും ഉണ്ടോ. ചാച്ചൻ പ്രത്യേകം പറയും, ആ വടക്ക് കിഴക്കു ഭാഗത്തു നിന്ന് മേഘം ഉയരുകയാണെന്നുണ്ടെങ്കിൽ അത് അപകടം പിടിച്ചതാണ്, അത് മഴ പെയ്യും. എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് വടക്ക് കിഴക്ക്, പക്ഷേ അതുപോലെ സംഭവിക്കുമായിരുന്നു.
അപ്പോൾ മേഘം കാണുന്നുണ്ടെങ്കിൽ കറുത്ത മേഘമാണെന്നുണ്ടെങ്കിൽ മഴയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് റബ്ബർ വെട്ടാൻ പോയാൽ വെള്ളത്തിലാകും. പണ്ട് ഈ പ്ലാസ്റ്റിക് ഗാർഡ് ഇടുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അറിയാൻ പാടില്ലായിരുന്നു. മഴ പെയ്താൽ വെട്ടിയ റബ്ബർ കേടാകും, പാല് ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ ജാഗ്രതയോടെ കാത്തിരിക്കുമായിരുന്നു. യാത്ര പുറപ്പെടാൻ നോക്കുമ്പോഴത്തേക്കും മഴക്കാലമാണെങ്കിൽ കുട എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇപ്പം ചെറിയ ചെറിയ കൃഷിക്കാരൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ. ഇവിടെ പടിഞ്ഞാറ് മേഘം ഉയർന്നത് കണ്ടാൽ പറയും അവിടെ മഴയുണ്ടാകും. കാരണം ഒരുപാട് മഴ ആവശ്യമുള്ള സ്ഥലമാണ് പലസ്തീന. ചുരുക്കമായിട്ട് മഴ പെയ്യാറുള്ളൂ. അപ്പോൾ മഴമേഘങ്ങൾ കാണുമ്പോൾ സന്തോഷമാണ്. അതേസമയം തെക്കൻ കാറ്റടിക്കുമ്പോൾ പറയും ഉഷ്ണമുണ്ടാകും. തെക്ക് യൂദയായതിനു ശേഷമുള്ള നെഗബിലുള്ള മരുഭൂമിയാണ്. പലസ്തീന യേശു സംസാരിക്കുന്നത് ഗലീലിൽ നിന്നാണ്. ഗലീലിയുടെ തെക്ക് സമറിയ, അതിനും തെക്കാണ് യൂദയ. യൂദയ അധിക പങ്കും മരുഭൂമിയാണ്. യൂദയയുടെ തെക്കുള്ളത് ഏതോം അല്ലെങ്കിൽ നെഗബ് എന്ന് പറയുന്ന മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ നിന്ന് കാറ്റ് വന്നാൽ തീർച്ചയായിട്ടും അറിയാം ഉഷ്ണക്കാറ്റാണ്. അപ്പോൾ നമ്മൾ കാലാവസ്ഥ നിരീക്ഷകരുണ്ടല്ലോ. അപ്പോൾ കാലാവസ്ഥ നിരീക്ഷകർ ഇന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എപ്പോഴാണ് വലിയ കൊടുങ്കാറ്റുണ്ടാവുക, ചുഴലിക്കാറ്റുകൾ, സുനാമികൾ. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം സംഭവിച്ചിട്ടുണ്ട്. താമസിയാതെ വലിയ ചുഴലിക്കാറ്റായി ആഞ്ഞടിക്കും. അധികമായില്ല, ഒറീസ തീരങ്ങളിലൊക്കെ 200 കിലോമീറ്ററിലധികം വേഗതയിൽ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുകയും അതിൽ നിന്ന് അപകടം ഉണ്ടാകാതിരിക്കാൻ ജനങ്ങളെല്ലാം മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ഇന്ന് ലോകം മുഴുവനും കാത്തിരിക്കുന്നുണ്ട് കാലാവസ്ഥയെക്കുറിച്ച്. അപ്പോഴേ എപ്പോഴാണ് വലിയ അപകടം വരുത്തുന്ന ചുഴലികൾ ഉണ്ടാവുക, അത് മത്സ്യബന്ധനക്കാരോട് പറയും നിങ്ങൾ ഒരിക്കലും ഇന്ന് കടലിൽ പോകരുത്, വലിയ കാറ്റുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്നു ജനം, അറിയാം. അപ്പോൾ കിഴക്ക് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ചുഴൽ കാറ്റുണ്ടായാൽ ഉഷ്ണമാകും, ഈ വേനൽ വളരെ കഠിനമായിരിക്കും. അപ്പോൾ ഇത്ര ജാഗ്രതയോടുകൂടി നിങ്ങൾ ഈ ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ നോക്കി നിൽക്കുന്നവർ എന്തുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങളോ മനസ്സിലാക്കുന്നില്ല? ഇതാണ് യേശു ചോദിക്കുക. എന്താണ് കാലത്തിൻ്റെ അടയാളം? കാലത്തിൻ്റെ അടയാളം യേശു വന്നതാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തോടുകൂടി ഈ ഭൂമിയിൽ ഒരു പുതിയ യാഥാർത്ഥ്യം സംജാതമായിരിക്കുന്നു. ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അതാണ് യേശു പറയുക. അവൻ അടയാളങ്ങളിലൂടെ ഇത് കാണിച്ചു കൊടുത്തു. സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. കാരാഗ്രഹത്തിൽ കിടന്ന് കേട്ടതാണ്. യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടു. താൻ പറഞ്ഞതുപോലെയൊന്നും അല്ല യേശു പ്രവർത്തിക്കുന്നതെന്ന് യോഹന്നാന് തോന്നി. എൻ്റെ പിന്നാലെ വീശുപുറവുമായിട്ട് വരുന്നു, അവൻ കളം അടിച്ച് വെടിപ്പാക്കും, അവൻ്റെ കയ്യിൽ തീക്കൊള്ളിയുണ്ട്, അവൻ ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും, പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കും എന്നൊക്കെ തീക്കൊള്ളിയും വരുവാളുമായി വാക്കത്തിയുമായിട്ട് വരുന്ന ഒരുവനെ കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞത്. പക്ഷേ യേശുവിൻ്റെ കയ്യിൽ തീക്കൊള്ളിയുമില്ല, വാക്കത്തിയുമില്ല. യേശു കരുണയാണ് പ്രസംഗിക്കുക. കരുണയുടെ പ്രഘോഷണങ്ങൾ കേട്ടപ്പോൾ യോഹന്നാൻ തന്നെ സംശയമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശിഷ്യന്മാർ ചോദിച്ചു കാണാം, ഇദ്ദേഹത്തെക്കുറിച്ചാണോ നീ പറഞ്ഞത്? നീ പറഞ്ഞതുപോലെ നല്ല ഇവൻ വരിക. അപ്പോൾ യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു യേശുവിൻ്റെ അടുക്കിലേക്ക്, വരാനിരിക്കുന്നു, നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, പോയി പറയുവൻ. എന്താണ് കാണുന്നത്? കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ എണീറ്റ് നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. ഇതാണ് അടയാളങ്ങൾ. ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിൻ്റെ ഒറ്റ വാക്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ അത്ഭുതങ്ങളിൽ നിന്ന്, ഈ അടയാളങ്ങളിൽ നിന്ന് നീ മനസ്സിലാക്കണം, വരാനിരിക്കുന്നു ഞാൻ തന്നെയാണോ അല്ലയോ എന്ന്. യേശു പറയുന്നില്ല ഞാനാണെന്ന്, പക്ഷേ അടയാളങ്ങൾ മനസ്സിലാക്കുക. ഈ അടയാളങ്ങൾ എന്നുമുണ്ട്. യേശുവിന് കടന്നു വന്ന സാഹചര്യത്തിലെ അടയാളങ്ങൾ വ്യക്തമായിരുന്നു. യേശു പ്രഘോഷിക്കുന്നത് അന്ന് ഫലസ്തീനായി ജീവിച്ചിരുന്നവരോടാണ്. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവർ. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു ലോകാവസാനം. അപ്പോൾ ഈ സാഹചര്യം യേശു മനസ്സിലാക്കുന്നു. പക്ഷേ യേശു ആവശ്യപ്പെടുന്നത് ഈ കാലാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കണം. ദൈവം ചരിത്രത്തിൽ ഇടപെടാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിർണായകമായി ഇടപെടാൻ പോവുകയാണ് ദൈവം. യേശു അനേക തവണ പറഞ്ഞു, ദൈവത്തിൻ്റെ അവസാനത്തെ ഓഫറാണ്, അവസാനത്തെ സമീപനമാണിത്. യേശു പ്രസംഗിച്ച് തുടങ്ങിയതാണ്, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, വിശ്വസിക്കുവിൻ, മനസ്സു മാറുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന യാഥാർത്ഥ്യം ഇവിടെ ഇതാ കടന്നു കഴിഞ്ഞു. ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു ദൈവരാജ്യം. വാതിൽ തുറന്നാൽ മതി, പ്രകാശം അകത്ത് കിടക്കും. അകത്ത് കഥകടച്ചു ഇരുട്ടിൽ കഴിഞ്ഞോട് പറയുക, നിന്റെ വാതിൽ തുറക്കൂ, ജനലെങ്കിലും തുറക്കൂ, പ്രകാശം ഇതാ വന്നിരിക്കുന്നു.
ഇങ്ങനെ വാതിലും ജനലും കൊട്ടിയടച്ച് ഇരുട്ടിലിരിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ഇതാ വാതിൽ തുറക്ക്, നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്ക്, കണ്ണു തുറന്ന് കാണുക യാഥാർത്ഥ്യം. പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യേശുവിനറിയാൻ നിർണായകമായ അവസരമാണിത്. യഹൂദരുടെ ഇടയിൽ വളരെ ശക്തമായ ഒരു ഗറില്ല സംഘം ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യമായിരുന്നു. യേശുവിൻ്റെ സ്ഥലമായ നസറത്തിൽ നിന്ന് വെറും 4 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ട് സെഫോറിസ് എന്നൊരു പട്ടണം ഉണ്ടായിരുന്നു. അതായിരുന്നു ഗലീലിയുടെ തലസ്ഥാനമായ പട്ടണം. പിന്നീട് ഹെറോദസ് അന്തിപ്പാസ് അത് തടാകതീരത്തേക്ക് മാറ്റി ടൈബീരിയാസ് എന്ന പട്ടണത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ സെഫോറിസിലെ AD 6 സെഫോറിസിലെ രാജാവിൻ്റെ ആയുധപ്പുറ കൊള്ളയടിച്ചുകൊണ്ടൊരു വലിയ കലാപം ആരംഭിച്ചു. ജൂഡാസ് ദ ഗലീലിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേരിൽ, ഗലീലിയക്കാരനായ യൂദാസ്. അത് പിന്നീട് തീവ്രവാദി സംഘമായി മാറി സെലട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇവരുടെ സാന്നിധ്യം യേശുവിൻ്റെ കാലമായപ്പോഴേക്കും പലസ്തീന എല്ലായിടത്തും ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാനെ ഇപ്രകാരം ഒരു തീവ്രവാദിയായിട്ടാണ് ഒരു കണ്ടത്, പക്ഷെ സ്നാപകന് തയ്യാറായില്ല. യേശുവിനെ ഇപ്രകാരം ഒരു തീവ്രവാദിയുടെ നേതാവായി ഒരു കണ്ടു, പക്ഷേ യേശുവിന് ഒരു സന്നദ്ധനായിരുന്നില്ല. അപ്പോൾ ഒരു കലാപത്തിലൂടെ, സായുധ സമരത്തിലൂടെ റോമക്കാരെ തുരത്താമെന്ന് വിചാരിച്ചുകൊണ്ട് തയ്യാറെടുക്കുന്നൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോമിനെതിരെ കലാപത്തിന് വഴിയൊരുക്കുന്നൊരു സാഹചര്യമാണ്. ഇത് ഒരിക്കലും നന്മയിലേക്കോ രക്ഷയിലേക്കോ നയിക്കുകയില്ല എന്ന് യേശു പഠിപ്പിക്കുക. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥ ഹൃദയ പരിവർത്തനമാണ് ഇവിടെ ആവശ്യം, സായുധ സമരത്തിലൂടെയല്ല. പക്ഷേ അവർ മനസ്സിലാക്കാൻ തയ്യാറായില്ല. യേശു ജെറൂസലത്തിലേക്ക് വരുമ്പോഴേക്കും യേശുവിനെ വരവേൽക്കാനായിട്ട് വലിയ ജനാവലി ഉണ്ടായിരുന്നു. ഒലിവില കമ്പുകൾ കയ്യിൽ പിടിച്ച് ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ, ദാവീദിൻ്റെ രാജ്യം, ദാവീദിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ഹോസാന വിളികളുടെ മധ്യ വരുമ്പോൾ യേശു അവരെ നോക്കി വിലപിക്കുകയാണ്. ഇപ്പോഴെങ്കിലും സമാധാനത്തിനുള്ള മാർഗങ്ങൾ നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പക്ഷേ ഇതിൻ്റെ കണ്ണിൽ നിന്ന് മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആസന്നമായിരിക്കുന്ന നാശത്തെക്കുറിച്ച് യേശു പറയുക, ഇത് ജെറൂസലത്തിൻ്റെ നാശം ഒരു പ്രതീകമാണ്. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കണം. യേശുവിലൂടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുതിയ ഒരു ദൈവം വയ്ക്കുന്ന അവസാനത്തെ ചാൻസാണ്, രക്ഷയ്ക്കുള്ള ചാൻസ്. പക്ഷേ അതിനവർ തയ്യാറായില്ല. യുദ്ധം അനിവാര്യമായി മാറി. നമുക്കറിയാം, AD 66 ഗറില്ല യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. റോമക്കാർക്കെതിരെ ഒരു യഹൂദ യുദ്ധം ഉണ്ടായി. 4 വർഷം കൊണ്ട് പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടു. AD 70 ജെറൂസലം പൂർണ്ണമായും നിലംപരിശാക്കപ്പെട്ടു. ദേവാലയം അഗ്നിക്കരയായി. ആയിരക്കണക്കിന് യഹൂദർ അടിമകളായി റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാട് കടത്തപ്പെട്ടു, അടിമകളായി വിൽക്കപ്പെട്ടു. ഈ വരാൻ പോകുന്ന ഈ ആസന്നമായ ഇടപെടലിനെയും കർത്താവോട് സൂചിപ്പിക്കുന്നുണ്ടാവും. എന്തേ നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? ഇതൊരു ഘടകമാണ്. രണ്ടാമത്തേത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാകും. എന്നെ സംബന്ധിച്ചും ഇത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ജെറൂസലത്തിൻ്റെ നാശം സംഭവിച്ചത് അടയാളങ്ങൾ മനസ്സിലാക്കാതിരുന്നതുകൊണ്ട്. ദൈവം സമാധാനത്തിന് കൊടുത്ത മാർഗമായിരുന്നു യേശു നൽകിയത്. എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിക്കുക. ഈ വ്യർത്ഥമായ മിഥ്യാധാരണകൾ, സുരക്ഷിതത്വ ബോധം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് അടുത്തു വരിക, മാനസാന്തരപ്പെടുക. രണ്ടാമത്തെ യേശു പറയും, മറ്റേ ഉദാഹരണമാണ്, നീ നിന്റെ എതിരാളിയോടുകൂടി ന്യായാധിപനെ സമീപിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമേ രമ്യതപ്പെടുക, അല്ലെങ്കിൽ നീ കുറ്റവാളിയായി മുദ്ര കുത്തപ്പെടും, നീ തടവിലാവുകയും ചെയ്യും. ഇപ്പോൾ 2 ഉദാഹരണങ്ങളാണ്. നീ ന്യായാധിപന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കുക. രമ്യതപ്പെടാനുള്ള അവസരം ഇപ്പോഴാണ്. നമ്മുടെ നാട്ടിൽ അദാലത്തുകൾ സംഭവിക്കാറുണ്ട്. പലപ്പോഴും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറയും. കേസുകൾ കൊടുത്തു, പക്ഷേ കേസുകൾ വലിയ കാര്യമില്ലാത്തതാണെന്ന് മനസ്സിലാകുന്ന ന്യായാധിപൻ ഏതെങ്കിലും തരത്തിൽ കോടതിക്ക് പുറത്തായി അതൊരു സെറ്റിൽമെന്റ് ആക്കാനായിട്ട്, ഒരു ധാരണയിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ ശിക്ഷയുണ്ടാകും. അപ്പോഴൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്, സമയത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ രമ്യതയിലെത്തുക. അപ്പോൾ ജീവിതത്തിൽ സമൂലമായൊരു പരിവർത്തനം ആവശ്യമാണ്. അതാണ് യേശു ആവശ്യപ്പെടുക. 2 ഉദാഹരണങ്ങളിലൂടെയും. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അന്ന് അവർ മനസ്സിലാക്കിയില്ല, അതിൻ്റെ ഫലം ഞാൻ പറയുകയും ചെയ്തു. യേശു AD 30 ഇത് പറയുന്നത്. 40 വർഷം കഴിഞ്ഞപ്പോൾ ജെറൂസലം ഇല്ലാണ്ടായി. അത് പിന്നെ ഏറെ കാലം കഴിഞ്ഞു. ഇന്നും ജെറൂസലത്തിൽ യഹൂദർക്ക് ദേവാലയമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്രകാരമുള്ളൊരു നാശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു നൽകിയ താക്കീത് എന്താണ് ഇന്ന് നമ്മളോട് പറയുക? എന്താണ് അടയാളങ്ങൾ നമുക്കിന്ന് കർത്താവ് തരുന്നത്? ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുക,
പക്ഷേ ദൈവം നിർണായകമായി ഇടപെടുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭൂമി കുലുക്കങ്ങൾ, സുനാമികൾ, വെള്ളപ്പൊക്കം, വരൾച്ച, ഒന്നിനു പുറകെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഭൂമിയിൽ അരങ്ങേറുന്ന ദുരന്തങ്ങൾ അടയാളങ്ങളല്ലേ? രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന കലഹങ്ങൾ, യുദ്ധങ്ങൾ, 2 വലിയ യുദ്ധങ്ങൾ കഴിഞ്ഞ് മഹായുദ്ധങ്ങൾ അടുത്തപ്പോഴാണ് ഉണ്ടാകുന്ന അറിയാൻ പാടില്ല. പക്ഷേ ഈ 2 മഹായുദ്ധങ്ങൾ മരിച്ചതിനേക്കാൾ എത്രയോ ആളുകൾ ഇന്ന് ചെറിയ ചെറിയ യുദ്ധങ്ങളിലൂടെ മരിക്കുന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനു പകരം ഇപ്പോൾ ജീവിക്കുന്ന രീതി തുടരുകയാണെന്നുണ്ടെങ്കിൽ നാശം അനിവാര്യമാണെന്നാണ് പറയുക. നമ്മുടെ ചില ഉദാഹരണങ്ങൾ എടുത്താൽ നമുക്കിതിനെ 3 ഭാഗമായിട്ട് തിരിച്ച് വിശദീകരിക്കാവുന്നതാണ്. ഒന്നാമത്തേത് യേശുവിൻ്റെ കാലത്തെ ഇസ്രായേൽ നേരിടുന്ന പ്രതിസന്ധിയായിരുന്നു. അത് ഞാൻ പറഞ്ഞു, AD 70 അവസാനിച്ചതാണ്. സഭയിൽ, യേശുവിൻ്റെ സഭയിൽ തന്നെ നേരിടുന്ന പ്രതിസന്ധികൾ ഇവിടെ കാണാം അടയാളങ്ങളായിട്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു പ്രത്യേക സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ കുരിശിൽ തറച്ചതിന് ശേഷം യേശുവിനെ കുരിശിൽ തറച്ച പടയാളികൾ യേശുവിൻ്റെ വസ്ത്രങ്ങൾ തങ്ങൾക്ക് പങ്കുവയ്ക്കുകയായി. ആർക്ക് വേണം എന്നവർ പങ്കുവെച്ചു. അപ്പോൾ യേശുവിൻ്റെ അങ്കി, കുപ്പായം, അത് തുന്നലില്ലാതെ മുകൾ മുതൽ താഴ് വരെ ഒറ്റയായി നെയ്തെടുത്തതായിരുന്നു. അത് കീറേണ്ട എന്നവർ പറഞ്ഞു. അത് കീറേണ്ട, അത് ആർക്കിരിക്കണം എന്ന് ചിട്ടിയിട്ട് നിശ്ചയിക്കാം എന്നവർ തീരുമാനിച്ചു. കുറിയിട്ട് നിശ്ചയിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് യോഹന്നാൻ ഈ തുന്നലില്ലാത്ത നെയ്തെടുത്ത ഉടുപ്പ് കൊണ്ട് അർത്ഥമാക്കുക? അത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ സഭയാണ്. യേശു ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ, ഒരു സഭയെ യേശു ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ശരീരം, ഒരു ശിരസ്. പക്ഷെ ഇന്ന് ആയിരക്കണക്കിന് സഭകളായി മാറിയിരിക്കുന്നു, പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന സഭകൾ. മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ എത്രയോ ഹൃദ്യമായി എല്ലാവരോടും ഇടപെടാനായിട്ട് ശ്രമിക്കുന്നു, ഐക്യത്തിലേക്ക് നിൽക്കുന്നു. ഈ ഐക്യത്തിന് വേണ്ടിയുള്ള ദാഹവും അതേസമയം ഐക്യത്തിൻ്റെ അഭാവവും ഈ ഒരുപക്ഷെ അടയാളങ്ങളായിരിക്കുകയില്ലേ? മാനസാന്തരത്തിന് വേണ്ടിയുള്ള ആഹ്വാനത്തിൻ്റെ അടയാളങ്ങൾ, ഭിന്നതകൾ, അധികാരതലത്തിലുണ്ടാകുന്ന ജീർണതയും പലപ്പോഴും ഒരു അടയാളമായിരിക്കും. ഈ മാർപ്പാപ്പ തന്നെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് നമ്മൾക്കറിയാം. എല്ലാ തലത്തിലും, സഭയുടെ അധികാരതലത്തിലും സമൂഹത്തിൻ്റെ അധികാരതലത്തിലും കടന്നു വന്നിരിക്കുന്ന, ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള ജീർണത വലിയ നാശം വിളിച്ചു വരുത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കില്ലേ നമുക്ക് നൽകുക? യേശു ആവശ്യപ്പെട്ടതുപോലെ ഒരു തിരുത്തലിന്, ഒരു മാനസാന്തരത്തിന് സമയമല്ലേ? സഭയിൽ തന്നെ പലപ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട സുവിശേഷ പ്രഘോഷണം, യേശുവിൻ്റെ സാക്ഷ്യം, യേശുവിൻ്റെ സന്ദേശത്തിന് നൽകുന്ന സാക്ഷ്യത്തിന് പകരം മറ്റു പലതും സംഭവിക്കുമ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള ഭ്രമങ്ങൾ, അനാചാരങ്ങൾ, ആർഭാടങ്ങൾ, ധൂർത്ത്, ഇതൊക്കെ കണ്ട് മനസ്സുമടുത്താകും പലപ്പോഴും സഭയിലും തന്നെ ആൾക്കാർ വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു എന്ന് യേശു പറഞ്ഞു. പലപ്പോഴും സഭയിൽ തന്നെ ഉണ്ടാകുന്ന പിളർപ്പുകൾ, എതിർപ്പുകൾ യേശു നൽകുന്ന അടയാളങ്ങളായി കാണേണ്ടതല്ലേ? എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വന്നാലും ഉണ്ടാകാം ഇപ്രകാരമുള്ള അടയാളങ്ങൾ. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ചിലപ്പോൾ എനിക്കുണ്ടാകുന്ന അത്യാഹിതങ്ങളായിരിക്കാം. ഇപ്പോഴെന്തെങ്കിലും രോഗമുണ്ടായാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനകേന്ദ്രം തേടി പോവുകയാണ് നമ്മൾ ചെയ്യുക. പലപ്പോഴും കർത്താവ് സൗഖ്യം നൽകും, പലപ്പോഴും പരാജയപ്പെടുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പരാജയമായിരിക്കാം, വ്യാപാര മേഖലയിലായിരിക്കാം, സാമ്പത്തിക തലത്തിലായിരിക്കാം. എവിടെയെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണവും തേടി എവിടെയെങ്കിലുമൊക്കെ പോകും, ധ്യാനകേന്ദ്രങ്ങളിലേക്കോ കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്കോ. എൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിയാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ? ദൈവം എന്താണ് ഇതിലൂടെ എന്നോട് പറയുന്നത്? എനിക്കുണ്ടാകുന്ന ഈ അത്യാഹിതത്തിലൂടെ, പരാജയത്തിലൂടെ, നഷ്ടത്തിലൂടെ കർത്താവ് എന്തെങ്കിലും എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടയാളങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാലത്തിൻ്റെ അടയാളങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അടയാളങ്ങൾ, അത് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മനസ്സിലാക്കി ജീവിതത്തിൽ നവീകരിക്കുന്നവരുണ്ട്. എൻ്റെ പോക്ക് വഴിപിഴച്ചതാണ്, നാശത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ വഴിമാറാൻ തയ്യാറാകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് യഥാർത്ഥ നവീകരണത്തിലൂടെ കടന്നു വരുന്നത്. പക്ഷെ പലപ്പോഴും വഴി മാറിപ്പോകുന്നു, വഴി മനസ്സിലാക്കാതെ തുടർന്ന്
നാശത്തിലേക്ക് തന്നെ കൂപ്പുകുത്തുന്നവരെയും കാണാം. ജെറമ്യാ പ്രവാചകന്റെ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ജെറമ്യാ പ്രവാചകൻ വലിയ നിർണായകമായ പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ പ്രവചിച്ചത്. BC 587 ഇസ്രായേൽ ജനം പരിപൂർണമായിട്ടും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പ്രവാസികളായി തീർന്നു. അതിനൊരു 40 വർഷം മുമ്പാണ് ജെറമ്യാ രംഗപ്രവേശം ചെയ്തത്. ഈ പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോൾ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഇസ്രായേൽ ജനത്തെ പിടിച്ചു നിർത്താനായി മാനസാന്തരത്തിന് ക്ഷണിക്കാനായി അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു ജെറമ്യാ. പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ ജനം തയ്യാറായില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ തടവിലാക്കി, അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് സമൂഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഉള്ള ശബ്ദങ്ങൾ പലപ്പോഴും അടിച്ചൊതുക്കപ്പെടുകയാണ്, മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. രാഷ്ട്രീയ തലത്തിൽ ഇത് തന്നെ എല്ലാ തരത്തിലും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ കർത്താവിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. മാനസാന്തരപ്പെടുവിൻ, കാലം ഇനി അധികം അവശേഷിച്ചിട്ടില്ല. നിങ്ങൾ ന്യായാധിപനടുക്കിലേക്ക് പോകുന്ന അവസരമാണ്. ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. നാശമായിരിക്കും സംഭവം. അത് നിത്യനാശമായിരിക്കും. നീ ഒരിക്കലും പുറത്തു വരികയില്ല എന്നാണ് യേശു പറയുക. അപ്പോൾ യേശുവിൻ്റെ ഈ ഉദാഹരണങ്ങൾക്ക് യേശുവിൻ്റെ കാലത്ത് പ്രസക്തിയുണ്ട്, അതുപോലെ തന്നെ ഇന്നും പ്രസക്തിയുണ്ട്. യേശുവിൻ്റെ വചനം സനാതനമാണ്, എന്നും പ്രസക്തിയുള്ളതാണ്. അപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിച്ചറിയുക. എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന എനിക്ക് നൽകുന്ന അടയാളങ്ങൾ അത് ചിലപ്പോൾ പറഞ്ഞ പോലെ ത്യാഹിതങ്ങളിലൂടെ ആയിരിക്കാം, ഏതെങ്കിലും വളരെ കാഷ്വലായിട്ട് കേൾക്കുന്ന വാക്കുകളായിരിക്കാം, എനിക്കുണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കാം, ആരുടെയെങ്കിലും വാക്കുകളായിരിക്കാം, എന്തുമാവട്ടെ. ദൈവം എനിക്ക് നൽകുന്ന അടയാളങ്ങൾ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകണം, എൻ്റെ സമൂഹവും സ്വീകരിക്കാൻ തയ്യാറാകണം. ഒരു ഭാഗത്തു നിന്ന് വലിയ ദാഹം നമുക്ക് കാണാം, ഈ ജനങ്ങൾ തമ്മിൽ അടുക്കാനുള്ള, ആഗോളതലത്തിൽ അടുക്കാനുള്ള ഒരു വലിയ ശ്രമം. മറുഭാഗത്തു നിന്ന് ചൂഷണത്തിനുള്ള സാധ്യതകളും ഒരുപാട് വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് നൽകുന്ന അടയാളം? യഥാർത്ഥമായ മാനസാന്തരത്തിലൂടെ, മൂല്യതലത്തിലുള്ള ഒരു മാറ്റത്തിലൂടെ, സാഹോദര്യത്തിലൂടെ അല്ലാതെ ഇവിടെ ഒരു സമാധാനമോ നിലനിൽപ്പോ ഉണ്ടാവുകയില്ല. അപ്പോൾ യഥാർത്ഥമായ മാനസാന്തരം യേശു ആവശ്യപ്പെടുന്നതാണ്. രമ്യതപ്പെടുക, എൻ്റെ സഹോദരന്മാർ രമ്യതപ്പെടുക. നീതി നടപ്പിലാക്കാതെ രമ്യത സാധ്യമല്ല. എല്ലാ സമൂഹത്തിലും എല്ലാ തലങ്ങളിലും നീതി ലഭിക്കണം എല്ലാവർക്കും. അനേക മതങ്ങൾ വിശ്വസിക്കുന്ന ജനങ്ങൾ, അനേക ജാതികൾ, അനേക രീതിയിലുള്ള വ്യക്തികൾ, എല്ലാവർക്കും നീതി ലഭിക്കണം. എല്ലാവരും തുല്യ അവകാശമുള്ള പൗരന്മാരാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നത് എൻ്റെ ശത്രുക്കളല്ല, എൻ്റെ സഹോദരങ്ങളാണെന്ന ബോധ്യത്തിലേക്ക് ഞാൻ വരണം. പരസ്പരം സ്നേഹിക്കാൻ, പങ്കുവയ്ക്കാൻ, ക്ഷമിക്കാൻ, സ്വീകരിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ആ ഒരു മാനസാന്തരത്തിലേക്ക്, രമ്യതയിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ യേശു മുൻകൂട്ടി നൽകുന്നത് ഒരു വലിയ താക്കീതാണ്. നാശമായിരിക്കും. നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാന തുട്ടുവരെ കൊടുക്കാതെ അവിടുന്ന് നീ മോചിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരിക്കലും മോചനമില്ല എന്നായിരിക്കാം പറയുക. അവസാന തുട്ടുവരെ കൊടുക്കാൻ നിനക്ക് സാധിച്ചെന്ന് വരില്ല. ഏതായാലും വളരെ കർശനമായ ഒരു താക്കീത് യേശു നമുക്ക് നൽകുകയാണ്. 12-ാമത്തെ അധ്യായം ലൂക്കാ സമാപിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക: അവസാന തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശമാണ്. ഈ ശിഷ്യന്മാർക്കുള്ള ഉപദേശം എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഈ ഉപമകളിലൂടെയെല്ലാം യേശു പഠിപ്പിക്കുന്ന ഒരു സത്യവും നൽകുന്ന ഒരു ആഹ്വാനവും ഇതാണ്. നിർണായകമായ നിമിഷത്തിലാണ് നാം നിൽക്കുന്നത്. മാനസാന്തരം, പൂർണ്ണമായ മാനസാന്തരം ഒരു രമ്യതയിലേക്ക് നയിക്കുന്നതായിരിക്കണം. 3 തലത്തിൽ അഥവാ 4 തലത്തിലുള്ള രമ്യത ഇവിടെ ആവശ്യമാണ്. ദൈവത്തോട് രമ്യതപ്പെടുക, ഞാനും ദൈവവും തമ്മിൽ. എൻ്റെ സഹജീവികളോട് രമ്യതയിലെത്തുക, ഞാൻ ജീവിക്കുന്ന പ്രപഞ്ചത്തോട് തന്നെ ഐക്യത്തിൽ രമ്യതയിൽ കഴിയുക. അവസാനമായി എന്നോട് തന്നെ, എൻ്റെ മനസാക്ഷിയോട് ഞാൻ രമ്യതയിലെത്തണം. അപ്പോൾ എൻ്റെ മനസാക്ഷി എനിക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഞാൻ ജീവിക്കുകയും ഞാൻ ജീവിക്കുന്ന ലോകത്തെ ദൈവത്തിൻ്റെ സൃഷ്ടിയായി കണ്ട് എൻ്റെ ഉപയോഗത്തിനും അതേസമയം ഞാനൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ദൈവം നൽകിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അവിടുത്തെ ആഗ്രഹമനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടും അതിലൊരു ഭാഗമായി ജീവിച്ചുകൊണ്ടും എല്ലാ സഹജീവികളെയും സഹോദരങ്ങളായി കണ്ടുകൊണ്ടും ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കണം. അപ്പോഴും ശാന്തിയുണ്ടാകും, സമാധാനമുണ്ടാകും, ഹൃദയത്തിലും സമൂഹത്തിലും. ആ ഒരു ശാന്തിയും സമാധാനവുമാണ് ദൈവരാജ്യം കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഭീകരനാശമായിരിക്കും.
അതുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങളും മനസ്സിലാക്കി രമ്യതയിലെത്താനുള്ള ഈ ആഹ്വാനം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിരവധിയായ ദാനങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാകാനും ഈ ദാനങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് ഒരു മറുപടി ആവശ്യപ്പെടുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്ക് ചോദിക്കുമെന്നും അതെപ്പോഴാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തതിനാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ പ്രബോധനം ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശക്തിയും സമാധാനവും ബുദ്ധിക്ക് പ്രകാശവും നൽകണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രബോധനം വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.